രണ്ടാമതൊന്നും നമ്മളോട് ഒരാൾ ചോദിക്കേണ്ടി വരരുത്. അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കണം. അപ്പോൾ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രഞ്ജിത്ത്, എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്, ഇപ്പൊ താമസം കോഴിക്കോടാണ്. വെറുതെ ടൈംലെസ് ആണ്, ടൈം വേസ്റ്റ് ആണ്, പിന്നെ എഫേർട്ട് വേസ്റ്റ്, മെന്റൽ സ്ട്രെയിൻ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് നമ്മളെ വലിച്ചഴച്ചു കൊണ്ടുവരുവാണ്. വേണ്ട 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 എന്ന് വിചാരിക്കും തോറും ആ ബൈജുവിനെയൊക്കെ അത് പറഞ്ഞു വിട്ടേക്ക്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വിഷയം സംസാരിക്കുമ്പോൾ ഉമ്മായും പാപ്പായും ഒക്കെ കൊണ്ടുവരിക. ബൈജു VP പറഞ്ഞു വിട്. എനിക്ക് ഉമ്മ തരാൻ വീട്ടിലാളുണ്ട്. ബൈജു വിചാരിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ലൈവ് അല്ല ഇത്. ഇറങ്ങിപ്പോയിക്കോ, അതല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിടും. ചെല്ലാം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്ത് പോകാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകൾ, ലൈവുകൾ ഒക്കെ ചെയ്യാനുള്ളതാണ്. വെറുതെ എഫേർട്ട് വേസ്റ്റ് ആകുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഒരുപാട് അവോയ്ഡ് ചെയ്ത് വിടാൻ നോക്കിയതാണ്. പിന്നെ പേഴ്സണൽ ഹരാസ്മെന്റ് വല്ലാതെ തലയിൽ കയറിയപ്പോഴാണ് തിരിച്ച് നിയമപരമായിട്ടെങ്കിലും ഒരു തടയിടേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത്. ഒരുപാട് നുണകളുടെ ഗോപുരമാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അത്രയും ഇവരെ കുറിച്ച് ഇവരുടെ പേരെങ്കിലും ഞാൻ എവിടെയെങ്കിലും പറഞ്ഞത് ഇവർക്കൊന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കിഷ്ടമല്ല ആ പേര് പോലും പറയണത്. എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരാളോട് ആകെ ആ ഒരു മുഖം മാത്രമേ എനിക്ക് വെറുപ്പുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇതുവരെ ഞാൻ നുണ പറഞ്ഞു, അങ്ങനെ ഒരു കോടതി ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരുപാട് യൂട്യൂബർമാരെയും കൂടി ഇറക്കി അറ്റാക്ക് ചെയ്തത്. ഇത് കോടതി അലക്ഷ്യമാണ്. ആ പാവങ്ങൾക്കറിയില്ല. ഒരു വ്യക്തിയുടെ പേഴ്സണൽ റിവെഞ്ചിന് അവര് മതത്തെ കരുവാക്കുവാണ്. അവർക്ക് മതം അതിനൊരു ടൂളാക്കി മാറ്റുവാണ് അവര്. ശരിക്കു പറഞ്ഞാല് ഞാനത് നാഗ്പൂര് നടന്നത് ഇതേപോലെ ഒരു സംഭവമാണ്. ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ച സമയത്ത് ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്നാലേ മുസ്ലിങ്ങൾ ഇളകൂ, എന്നാലേ അവിടെ ഇവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റൂ. അവരുദ്ദേശിച്ചതുപോലെ തന്നെ ഒരുപാട് മരണങ്ങളും ഉണ്ടായി, ഒരുപാട് കലാപവും ഉണ്ടായി. നിരോധനാജ്ഞ നാഗ്പൂരിൽ നിന്ന് കത്തുന്നത് നാട് കണ്ടു. അതുപോലെ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്ന ആസൂത്രിതമായി ചില ആളുകൾ, ആദ്യം ഒരാളായിരുന്നു, അവര് സംഘടിച്ച് ഒരുപാട് ആളുകളായി. ഒരുപാട് ആളുകൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ടത് ജാമിതായ ഒതുക്കലാണ്. ആശയപരമായി സാധിക്കാത്തത് കൊണ്ട്, ആയുധപരമായി സാധിക്കാത്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ നാവും തെറിയും ഉപയോഗിച്ച് അടക്കാൻ ശ്രമിക്കുന്നു. നടക്കില്ല. അപ്പോ ഇവർക്കെതിരെ കോടതിയിൽ ഞാൻ ഇൻജങ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓർഡർ. അപ്പൊ അങ്ങനെ ഒരു ഓർഡറേ ഇല്ല എന്ന് പറഞ്ഞു. മറുനാടനെ പൂരത്തെറി, ആ ആർട്ടിക്കിൾ എഴുതിയ റിജുവിനെ പൂരത്തെറി, തള്ളയെയും തന്തയെയും ഒക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇപ്പോ നമ്മൾ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഒരു കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞാലെങ്കിലും രാജ്യത്തെ നീതി നിയമ സംവിധാനങ്ങളോട് മതിപ്പും മൂല്യവും കൽപ്പിക്കുന്ന, വിശ്വാസ്യതയും കൽപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ വീണ്ടും അതേ രൂപത്തിൽ പ്രകോപിതയായി മുന്നോട്ട് പോകും. ശരിയല്ലേ? മുമ്പ് ഞാന് ഐൻസ്റ്റീൻ താത്തയെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ചാനലൊക്കെ തുടങ്ങിയ സമയത്താണ് ഇവർ കയറി എന്നോട് കൊളുത്തിയത്. ഈ സ്ത്രീ, ഇവരെനിക്കെതിരെ 5 വീഡിയോ കണ്ട് ചെയ്തു. ഞാൻ ഇവർക്കെതിരെ 2 വീഡിയോ ചെയ്തു. പിന്നീട് ഇവരെനിക്കെതിരെ 12 വീഡിയോ ചെയ്തു. അപ്പോഴും ഞാൻ 2 വീഡിയോ, ഞാൻ 4 വീഡിയോയ്ക്കകത്ത് നിന്നു. അവരെനിക്കെതിരെ 16ഓളം വീഡിയോകൾ ചെയ്തു. എല്ലാം പുലഭ്യങ്ങളായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു അവർക്ക് അവരുടെ മതത്തെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാകും. ശരി. പിന്നീട് എന്റെ 4 വീഡിയോ കൊണ്ട് തന്നെ അവർക്ക് മതിയായിട്ട് അവരെ എറണാകുളം സൈബർ സെല്ലിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അവിടെ നിന്ന് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ ടീച്ചറെ, ഞാൻ ഒരുപാട്
നിങ്ങളുടെ വീഡിയോസ് കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ 4 വീഡിയോ കാരണം ആ സ്ത്രീ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഫാമിലിയിൽ ഉറക്കമില്ല, വല്ലാതെ ടെൻഷനാണ്. അപ്പോൾ ടീച്ചറെ സംബന്ധിക്കുന്ന എല്ലാ വീഡിയോസും അവരും ഡിലീറ്റ് ചെയ്യും, ടീച്ചറും ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, ചെയ്യാം. ഞാനപ്പോൾ തന്നെ അവരെ സംബന്ധിക്കുന്ന വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. അവരെന്നെക്കുറിച്ചുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തോ എന്ന് പോലും നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നില്ല. കാരണം അത് മീഡിയേറ്റർ ആണല്ലോ നോക്കേണ്ടത്, പോലീസാണല്ലോ നോക്കേണ്ടത്. പിന്നീട് നോക്കുമ്പോൾ അവർ എന്നെക്കുറിച്ച് ചെയ്ത 4-5 വീഡിയോ മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി വീഡിയോസൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അത് എന്നെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല. അവർക്ക് പറയാനുള്ളത് പറയുന്നു, കേൾക്കാനുള്ളവർ കേൾക്കുന്നു, വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കുന്നു. അത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ എന്ത് പറയുന്നു എന്നതിന് ഉത്തരവാദി ഞാനാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എന്തു മനസ്സിലാക്കുന്നു എന്നതിന്റെ ഉത്തരവാദി നിങ്ങളാണ്, ഞാനല്ല. അപ്പോ അങ്ങനെയാണ് അതിന്റെ ഒരു റൂള്. പിന്നെ ഞാൻ അതിന് പോയിട്ടില്ല. തന്നെയുമല്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇരച്ചു കയറുന്ന ഒരാളല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാനും അനിലയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ട് എന്ന് വിചാരിക്കുക. ആശയമാണെങ്കിലും ആദർശമാണെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടുകൾ ചർച്ച ചെയ്ത് ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെയാണ് അതിനൊരു തീർപ്പ് കൽപ്പിക്കേണ്ടത്. അല്ലാതെ അനിലയുടെ വീട്ടിലെ ആളുകളെ ഞാൻ വന്ന് കാണുന്നു, അവിടെ വന്ന് അടി വാങ്ങിക്കുന്നു. അങ്ങനെ എത്രയെത്ര വീടുകളിൽ പോയി ഇവർ അടി വാങ്ങിയിരിക്കുന്നു, എത്രയെത്ര വീടുകളിൽ പോയി ഇവര് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. വൈറലാകാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാത്ത ഒരു വ്യക്തി. എനിക്കതിന് നേരമില്ല. എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് വീടുണ്ട്, ഉത്തരവാദിത്വമുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടേ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ. പെട്ടെന്ന് ചാടി ഇറങ്ങി മോനെ വാടാ നമുക്ക് അവിടെ പോയി അടി വാങ്ങിച്ചിട്ട് വരാമടാ എന്ന് പറഞ്ഞാൽ എന്റെ മക്കള് ചാവി വലിച്ച് കിണറ്റിലെറിയും. മര്യാദയ്ക്ക് വീട്ടിലിരുന്നോളാൻ പറയും. അങ്ങനെ ആത്മാഭിമാനത്തോടെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ഒടുവില് എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കൊണ്ടുവന്നിരുത്തി പൂരാനാവശ്യങ്ങൾ നമുക്ക് ചാനലിനകത്ത് പോലും കേൾപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ, അതായത് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ആണ് അവർക്കുള്ളത് എന്ന് അവരുടെ വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം അത് ആ സെക്സ് ചുവ കലർന്ന രൂപത്തിലല്ലാതെ ഇവര് സംസാരിക്കില്ല. അത് മക്കളെ കുറിച്ചിട്ടാണെങ്കിലും ആരെ കുറിച്ചിട്ടാണെങ്കിലും ശരി. അപ്പൊ തന്നെ മനസ്സിലാകുമല്ലോ ഇവരുടെ അസുഖം എന്താണ് എന്ന്. ഇവരുടെ ചില വീഡിയോസ് പലരെയും ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ അവര് ചെവി പൊത്തി ഓടുക. ഇങ്ങനെ ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഇന്ന് മുൻസിഫ് കോടതിയിൽ പോയിരുന്നു കൊയിലാണ്ടിയില്. ഓർഡർ കിട്ടണമല്ലോ. അവർ പറഞ്ഞു സർട്ടിഫൈഡ് കോപ്പിയല്ല നിങ്ങൾക്ക് വേണ്ടത്, 2 ദിവസം എടുക്കും. ഞാൻ പറഞ്ഞു അയ്യോ ദാ ഇങ്ങനെ ഒരു സാധനം, വലിയ ബഹളമാണ്. അല്പം ഞാനൊന്ന് ചെവിയിൽ കേൾപ്പിച്ചു. അയ്യോ ഞാൻ ഏത് ഡെറ്റോൾ ഒഴിച്ചിട്ടാ ചെവി കഴുകുക. അപ്പൊ അവരെന്നോട് ചോദിക്കുക ടീച്ചർ ഇവരൊക്കെ സ്ത്രീകളാ? അയ്യോ ഇതാണ് അവസ്ഥ. പക്ഷെ എന്നെ കുറിച്ചിട്ട് അങ്ങനെ ഒരാളും പറയില്ല. കാരണം അതൊന്നും എനിക്ക് ശീലവുമില്ല. നട്ടെല്ലുള്ള മക്കളെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത്. നട്ടെല്ലുള്ളവൻ ചോദിക്കാനും പറയാനും വീട്ടിലുമുണ്ട്. ഞാൻ ആ കാറ്റഗറി അല്ല. ശരി, അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ? എന്നിട്ട് ഞാൻ എൻ്റെ സ്പെഷ്യൽ കോർട്ടിലെ ഓർഡറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടതിയിൽ ഒരു ഓർഡർ നേടിയെടുക്കാതെ, കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? ആരെയാ? ഹൈക്കോടതി വക്കീലുമായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ആ വക്കീലിന്റെ പേര് കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അതിന് ആ വക്കീലിന്റെ തന്തയെ, തള്ളയെ, കോടതിയെ അതാ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തെണ്ടേണ്ടുന്ന അവസ്ഥ എനിക്കില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അവരുടെ പേഴ്സണൽ റിവഞ്ചിന് വേണ്ടി അവർക്ക് എന്നോട് എക്സ്പെഷ്യലി പ്രതികാരമുണ്ട്. കാരണം കൊടുത്ത 10,000 തിരിച്ചു ചോദിച്ചു. അവര് തന്നിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവരാ പൈസ തിരിച്ചു തന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ചോദിക്കാതെ തന്നതല്ലേ, തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാ പറഞ്ഞത്. അവരെന്നോട് ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞ അവരുടെ വിനീത് എന്ന് പറയുന്ന അവരുടെ ലിവിങ് ടുഗദർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. ആ സമയത്ത് ഇവരുടെ ക്ലബ് ഹൗസിലെ പേര് പോലും അവരുടെ പേരിനോടൊപ്പം വിനീത് എന്ന് ചേർത്തിട്ടായിരുന്നു. എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു തന്നെയാണ് രംഗത്ത് വരുന്നത്. എന്റെ മോനാണ് എനിക്ക് കെട്ടിച്ചു തന്നത് എന്ന് പറയുന്ന വീഡിയോസ് ഉണ്ട്. ഇപ്പൊ 2 ഹസ്ബൻഡുമാരിൽ ഒതുങ്ങി നിൽക്കുവാണ്. എല്ലാവർക്കും അറിയാം, ക്ലബ് ഹൗസില് ലൈവായി നിൽക്കുന്ന ഇപ്പോഴുമുള്ള എല്ലാവർക്കും അറിയാം ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന്. തന്നെയുമല്ല ഒരുപാട് വീഡിയോസ് അതിനെ സംബന്ധിക്കുന്നത് തന്നെയുണ്ട്. എന്റെ മോനാണ് എനിക്ക് കെട്ടിച്ചു തന്നത് എന്ന് ഇവര് പറയുന്ന വീഡിയോ സഹിതമുണ്ട്. പക്ഷെ അംഗീകരിക്കില്ല. ചിലരങ്ങനെയാ, ജീവിതം മുഴുവനും നുണകളിൽ
നുണ കൊണ്ടുള്ള ചെല്ലു കൊട്ടാരങ്ങളിലാണ് ഇവര് കെട്ടിവെച്ചിരിക്കുന്നതെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നുണയൊന്നും ഒരു പ്രശ്നമേ അല്ല. നുണ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവർക്കാകാം, പക്ഷെ ജാമിദായ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ പറയുന്നതിന് എല്ലാത്തിനും മറുപടിയുമായിട്ട് പോകാൻ എനിക്ക് നേരമില്ല. അരിഫയെ കണ്ടിട്ടില്ല, എനിക്ക് നേരമില്ല. അപ്പോ നമുക്ക് നേരെ കോടതി വിധി ഒന്ന് നോക്കാം അല്ലേ? ശരി, ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും നോക്കാം. കണ്ടല്ലോ. ഇൻ ദി കോർട്ട് ഓഫ് ദി മുൻസിഫ് കൊയിലാണ്ടി. ഇതാണ് അതിന്റെ നമ്പർ. അയ്യേ നമ്പർ കണ്ടില്ലേ? ഇതാണ് നമ്പർ. ഓർഡർ പ്രധാനമായിട്ടും അറിയേണ്ടത് ആ ഡേറ്റും മറ്റുമൊക്കെയാണ്. ആ ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. അതെ, ക്ലാരിറ്റി ഇല്ല കേട്ടോ, എനിക്കാണെങ്കിൽ കണ്ണും കാണുന്നില്ല. ഇതാണ്, ഇത് ഇൻജങ്ഷൻ ഓർഡറാണ്. ഇന്ററിം ഓർഡർ ഓഫ് ഇൻജങ്ഷൻ ക്യാൻ ബി ഗ്രാൻഡഡ്. എനിക്ക് കണ്ണ് തീരെ കാണുന്നില്ല. Restraining the third respondent from making or publishing any videos or images through social media platforms such as Facebook, YouTube or Instagram, so as to tarnish the reputation of the petitioner till further orders. ഇനിയും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു ഡേറ്റ് അല്ലേ? ഇത് എന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ. പ്രൊനൗൺസ്ഡ് ബൈ മീ ഇൻ ഓപ്പൺ കോർട്ട് ഓൺ ദിസ്, കണ്ടോ, 29th day of March 2025. ആരാ നുണ പറഞ്ഞത്? ആരാ നുണ പറഞ്ഞത്? ജാമിദായ്ക്ക് നുണ പറഞ്ഞ് ശീലമില്ല, ഞാൻ നുണ പറയത്തുമില്ല. കണ്ടില്ലേ? ഇനി പറയണം, 29th March എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ പോസ്റ്റ് ഇട്ടതും 29th എന്ന് പറഞ്ഞു തന്നെയല്ലേ? 30 വന്നിട്ട് എന്നാണ്? ഞായറാണ്. 29th ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കോടതി ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ ചാലഞ്ച് ചെയ്തത്. ഞാൻ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ തിങ്കളാഴ്ച വന്നിട്ട് കോമൺ ഹോളിഡേ ആണ്, ഈദ് സെലിബ്രേഷൻ ആണ്. പിന്നീട് സ്റ്റാമ്പ്, നമുക്ക് സർട്ടിഫൈഡ് കോപ്പിയാണ് വേണ്ടത്, സ്റ്റാമ്പ് പേപ്പർ ആണ് വേണ്ടത്. അപ്പൊ അതിന് തിങ്കളാഴ്ച നമ്മൾ അപ്ലൈ ചെയ്താൽ ചൊവ്വാഴ്ച സാങ്ഷനായി, പിന്നീട് ബുധനാഴ്ച ജഡ്ജ് ഒപ്പിട്ടിട്ട് വേണ്ടേ നമുക്ക് കിട്ടാനിത്? അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോ ഈ കോർട്ട് ഓർഡർ എവിടെ, കോർട്ട് ഓർഡർ എവിടെ എന്ന് ചോദിച്ച് കുറെ പാവങ്ങളെ കൂടി ഇറക്കി വിട്ടു. എന്തിനാണെന്നറിയാമോ? ശരിക്കു പറഞ്ഞാൽ ഇവർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നതല്ല, ഇവർക്ക് മുസ്ലിങ്ങളോട് പരമപുച്ഛമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവരൊരു മുസ്ലിമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവർക്ക് പേഴ്സണൽ പ്രതികാരമാണ്. ഇപ്പോ ഒരുപാട് പേരോട് ഇവർക്ക് പ്രതികാരമുണ്ട്. പക്ഷെ അവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവരെ പിന്നിൽ നിന്ന് സഹായിക്കാൻ ഒരു ശക്തിയില്ല. ഇതാകുമ്പോൾ മതവിഭാഗങ്ങളുണ്ട് സഹായിക്കാൻ, മതവിശ്വാസികളുണ്ട് സഹായിക്കാൻ. ആ സഹായിക്കുന്ന ആളുകളൊക്കെ പെടും. ഇവര് തന്നെ നിങ്ങളെ പെടുത്തും. എഴുതി വെച്ചോ. ഇവര് തന്നെ നാളെ വന്ന് ലൈവിൽ പറയും, ജാമിദായെ തീർക്കാൻ എനിക്ക് ഇന്ന ആളുകൾ പണം തന്നു. നിങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്നതും
ഇൻഡിവിജ്വലായിട്ട് നേർക്ക് നേരെ സംസാരിക്കുന്നതും എല്ലാം അവർ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്നുണ്ട്, എടുത്ത് പ്രയോഗിക്കാൻ ഒരിക്കൽ. ഇവരുടെ സ്വഭാവം അതാണ്. ഒരിക്കലും മതപരമായ വിഷയങ്ങളിൽ ഇവരോട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഇവരുമായി